എടുക്കാൻ കുറെ നിരീക്ഷകർ കാത്തുനിൽക്കുന്നു. ഈ നിരീക്ഷകരായ മനുഷ്യ നിരീക്ഷകരുടെ മുമ്പിൽ അവരെ നമ്മൾ കണ്ണുവെട്ടിക്കുന്നത് കണ്ടില്ലേ? അവരെ കാണുമ്പോൾ മാത്രം ട്രാഫിക് നിയമം പാലിക്കും, പോലീസ് ഇല്ലെങ്കിൽ ട്രാഫിക് നിയമം പാലിക്കില്ല. അതെ, ആ ജാട കൊണ്ട് കാര്യമില്ല, താൽക്കാലിക നാട്യങ്ങളെ കൊണ്ട് കാര്യമില്ല. കാണാത്ത ഒരു ശക്തിയിൽ പേടിക്കണം, അപ്പോഴേ രാജ്യം നേരെ നിൽക്കൂ. ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ വേണ്ട എന്നല്ല, നിയമപാലകർ വേണ്ട എന്നല്ല, അതൊക്കെ പരിമിതമാണ്. മാത്രവുമല്ല, ഇനി പോലീസ് കണ്ടാൽ തന്നെ അവനും നമ്മുടെ വർഗത്തിൽപ്പെട്ടതാണ്. നമ്മൾ എന്തിനാ നിയമം ലംഘിക്കുന്നത്? നമ്മൾ എന്തിനാ കള്ളക്കടത്ത് നടത്തുന്നത്? നമുക്ക് 10 കാശ് ഉണ്ടാക്കാനല്ലേ? ആ വീക്ക്നെസ് പോലീസിനുമുണ്ട്. നീ ഒന്നും ചെയ്യല്ല മോനെ, കടലാസൊക്കെ ക്ലിയർ ആക്കി തരണം, എന്നെ ചുവപ്പ് വരക്കാൻ പാടില്ല, റെഡ് ലൈൻ എനിക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു തവളക്കണ്ണൻ എടുത്ത് പോലീസുകാരന് നീട്ടിയാൽ പോലീസുകാരനും വീണു. അതുകൊണ്ടാണ് സ്വന്തം വർഗത്തിൽപ്പെട്ടവരെ നിരീക്ഷകരാക്കി വെക്കാൻ പാടില്ല എന്ന് കണ്ടപ്പോ, അവിടെ പലപ്പോഴും വശീകരിക്കപ്പെടൽ നടക്കുന്നു എന്ന് കണ്ടപ്പോ നിരീക്ഷണ യന്ത്രങ്ങൾ സ്ഥാപിക്കുകയാണ്. എന്നാൽ പിന്നെ ഇത്തരം ചാബല്യങ്ങൾ ഉണ്ടാവൂല. യന്ത്രങ്ങൾ കൈക്കൂലി വാങ്ങൂലല്ലോ, ചാബല്യങ്ങൾ കുറയുമെന്ന് കരുതി. എന്നാലും അത് പ്രവർത്തിപ്പിക്കുന്നവരും അതിന് നേതൃത്വം നൽകുന്നവരും ഒരുപക്ഷെ കള്ളന്മാർക്ക് സൗകര്യം ചെയ്തു കൊടുത്തേക്കാം. ഒന്നും പൂർണ്ണമല്ല. പൂർണ്ണമായ ഒരു സംവിധാനമുണ്ടെങ്കിൽ കാണാത്ത ഒരു മഹാശക്തിയെ ഭയപ്പെടാൻ കഴിയണം. അവനോ എപ്പോഴും നമ്മളെ നിരീക്ഷിക്കുന്നുമുണ്ട്. നോക്ക് നിങ്ങൾ, അമേരിക്കയുടെ ഉപഗ്രഹ ചാനലുകളുടെ ചാരക്കണ്ണിൽ നിന്ന് പോലും ബില്ലാദനെ പോലുള്ളവർ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ കണ്ണുവെട്ടിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. അതേ, രാജ്യത്ത് നീതി പുലരണോ? രാജ്യത്ത് സമാധാനം വേണോ? രാജ്യത്ത് മതമൈത്രി പുലരണോ? അതിനൊക്കെ വേണ്ടത് വഹശിയർ റഹ്മാന ബിൽ ഗൈബ്, കണ്ണിൽ കാണാത്ത റബ്ബിനെ ഭയപ്പെടാൻ തയ്യാറാവണം. വിശുദ്ധിയുടെ മൂടുപടങ്ങൾ അണിഞ്ഞ പല സഭകളും അതുപോലെ തന്നെ പല വേദികളുമൊക്കെ നാറിക്കൊണ്ടിരിക്കുന്നു. എന്തേ കാരണം? വഹശിയർ റഹ്മാന ബിൽ ഗൈബ് ഇല്ലാതെ പോയതാ. കാണാത്ത റബ്ബ്, ഞാൻ അങ്ങോട്ട് കാണാത്ത എന്നെ ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന റബ്ബ്, ഇതെല്ലാം അറിയുന്നുണ്ട്. ഇവിടത്തെ നിരീക്ഷകർ ഉറങ്ങിയേക്കാം, ഇവിടത്തെ നിരീക്ഷണ യന്ത്രങ്ങൾ തകരാറ് പറ്റിയേക്കാം, പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടേക്കാം, ഇതൊക്കെ ഉണ്ടാകും. എന്നാൽ അല്ലാഹു ആകുന്ന നിരീക്ഷകൻ ഉറങ്ങുമോ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, എപ്പോഴും നിന്നെ നിരീക്ഷിക്കുകയാണ്, എപ്പോഴും ഉണർന്നിരിക്കുകയാണ്. ലാ തഖുദുഹു സിനതും വലാ നൗം, അവൻ ഉറങ്ങൂല എന്നല്ല, ഒരു ചെറിയ ആട്ടം ഇല്ല, ഒരു തൂങ്ങല്, ഒരു മയക്കം പോലും വരൂല. ലാ തഖുദുഹു സിനതുൻ വലാ നൗമുൻ ലഹു, കൂർക്കം വലിച്ച് എന്തായാലും ഉറങ്ങൂല, ഒരു ചെറിയ മയക്കം പോലും സംഭവിക്കില്ല. അല്ലാഹു എങ്ങാനും ഒരൊറ്റ നിമിഷം ഈ ലോകം മൊത്തം ചലിക്കുന്നതിന്റെ പിന്നിൽ അല്ലാഹുവിന്റെ നിയന്ത്രണമുണ്ട്. ഖയ്യൂമാണവൻ, അവൻ നിയന്ത്രിച്ചിട്ടാണ് ഇത് ചലിക്കുന്നത്. അപകടങ്ങളില്ലാതെ ഗോളങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ നിമിഷങ്ങാനും അല്ലാഹു ഒന്നങ്ങോട്ട് ആടിപ്പോയാൽ കഴിഞ്ഞു, എല്ലാ സിസ്റ്റങ്ങളും തകരും. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, എല്ലാ സമയത്തും അവനവന്റെ ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ്. സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു പറഞ്ഞു. ഇങ്ങനെ തുടങ്ങിയിട്ടപ്പോ ഇതാ പറഞ്ഞത്, കാണാത്ത റബ്ബിനെ ഭയപ്പെടാൻ തയ്യാറാണോ? അവിടെ മാത്രമേ നന്മ പുലരൂവെന്ന് നമുക്ക് ധൈര്യമായി പറയാവുന്നതാണ്. ഇനി ആ കാണാത്ത റബ്ബിനെ ഭയപ്പെട്ടതുകൊണ്ടാണ് പാലിൽ വെള്ളം ചേർക്കണമെന്ന് പറഞ്ഞപ്പോ ആ പെൺകുട്ടി ചേർക്കാതിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു കേട്ടല്ലോ, സംഭവം നമുക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. ആ പെൺകുട്ടി കാണാത്ത റബ്ബിനെ ഭയപ്പെടുന്ന പെൺകുട്ടിയാണെന്ന് കണ്ടപ്പോ തന്റെ മകനെ കൊണ്ട് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഒന്നും കൂടെ പറയാം. രഹസ്യ ജീവിതത്തിൽ അല്ലാഹുവിനെ പേടിക്കണം. ബിൽ ഗൈബ് എന്ന് പറഞ്ഞാൽ അല്ലാഹനെ പേടിക്കണം. ബിൽ ഗൈബ്, മനുഷ്യന്റെ സാന്നിധ്യത്തിൽ അല്ലാഹനെ പേടിക്കും, മനുഷ്യന്റെ അഭാവത്തിലും വേണം പേടിക്കാം. രഹസ്യ ജീവിതത്തിൽ മനുഷ്യന്റെ ഇടയിൽ ഏതാകുന്ന തഖ്വ അഭിനയിക്കുന്നവരുണ്ട്, മനുഷ്യന്റെ ഇടയിൽ ഭക്തി അഭിനയിക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്ന മൂല്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന, പക്ഷേ എന്റെ കഥ എന്താണെന്നറിയാൻ
ഈ പാവപ്പെട്ടവന്റെ രഹസ്യ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എത്തി നോക്കാൻ കഴിഞ്ഞെങ്കിലേ ഞാൻ എത്രത്തോളം വൃത്തികെട്ടവനാണെന്ന് നിങ്ങൾക്ക് തിരിയൂ. ഇതാ രഹസ്യ ജീവിതത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടാൻ തയ്യാറാവണം കേട്ടോ, എന്നെങ്കിലേ രക്ഷപ്പെടാൻ കഴിയൂ എന്ന്. ധാരാളം വിഷയങ്ങൾ ഈ വിഷയ സംബന്ധമായി പറയാനുണ്ട്. അപ്പൊ റിയായിന് വേണ്ടി, ലോകമാന്യത്തിന് വേണ്ടി അമലു ചെയ്യരുത്, ഒരിക്കലും ചെയ്തുകൂടാ. ഒറ്റ കാര്യവും കൂടെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇമാം ബുസീരിയുടെ ഒരൊറ്റ ബൈത്ത് ചൊല്ലിയിട്ട് കുറെ കാര്യങ്ങൾ പറയണം, സംഭവങ്ങൾ പറയണം എന്നൊക്കെ കരുതിയതാണ്. ഇൻഷാ അല്ലാഹ് ഇനി നാളെ നമുക്ക് തുടർന്ന് സംസാരിക്കാം. നാളെ നമ്മൾ സംസാരിക്കുന്ന വിഷയം കരുതണം, നാം അറിയാതെ നിക്ഷേപം വർദ്ധിക്കും എന്ന തലക്കെട്ടിലാണ് നാം സംസാരിക്കുന്നത്. വളരെ സൂക്ഷിക്കേണ്ട, ശ്രദ്ധിച്ചിരിക്കേണ്ട കുറെ കാര്യങ്ങളാ പറയാൻ പോകുന്നത്. എന്റെ സഹോദരന്മാരെ, റിയാഇന് വേണ്ടി, ലോകമാന്യത്തിന് വേണ്ടി അമലു ചെയ്യരുത് കേട്ടോ. വറാഇഹാ വഹിയ ഫിൽ അൽമാലി സായിബത്തുൻ വഇൻ ഹിയസ്തഹലത്തിൽ മർആ ഫലാ തുസിമി. റിയാഇന് വേണ്ടി അമലു ചെയ്യണ്ട. നല്ല നല്ല അമലുകളിൽ നിന്റെ ശരീരം മേയുമ്പോൾ തന്നെ, മേഞ്ഞു നടക്കുമ്പോൾ തന്നെ നിന്റെ ശരീരത്തെ, ആത്മാവിനെ നീ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. വറായിഹ വഹിയ ഫിൽ അൽമാലി സായിമത്തുൻ വഇൻ ഹിയസ്തഹലത്തിൽ മർആ. അതിന്റെ മേച്ചിൽ പുറങ്ങളിൽ അതിന് അനുവദിക്കാത്ത വല്ല വിഷപ്പുല്ലുകളും അത് കടിക്കുന്നുണ്ടെങ്കിൽ, വല്ല അനുവദിക്കപ്പെടാത്ത മധുരമുള്ള വിഷപ്പുല്ലും കടിക്കുന്നുണ്ടെങ്കിൽ, ദാ ഫലാ തുസിമി, പിന്നെ അവിടെ വെച്ച് ആ മൃഗത്തെ മേക്കല്ല, നിന്റെ ശരീരത്തെ ഉടനെ പിൻവലിക്കണം. നിനക്ക് ജനങ്ങൾ കാണുന്നതിലൊരു സുഖം തോന്നുന്നുണ്ടോ? സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുമ്പോ നിർത്തിക്കാളാ, അതുകൊണ്ടൊരു കാര്യവുമില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നമുക്കൊരു മൗലായ ചൊല്ലി പിരിയാം. വറാഇഹാ വഹിയ ഫിൽ അൽമാലി സായിബത്തുൻ വഇൻ ഹിയസ്തഹലത്തിൽ മർആ ഫലാ തുസിമി. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അപ്പൊ വഖശിയർ റഹ്മാന ബിൽ ഗൈബ്, രഹസ്യ ജീവിതത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടണം. ബിൽ ഗൈബ് എന്ന പ്രയോഗം ഖുർആനിൽ 1 ഡസൻ തവണ വന്നിട്ടുണ്ട്, 12 തവണ. അതിൽ 6 തവണയും അല്ലാഹുവിനെ ഭയപ്പെടുന്നതുമായിട്ടാണ് അത് വന്നത്. ആയത്തുകൾ ഓതാൻ സമയമില്ല, അതിന്റെ നമ്പർ മാത്രം പറയാം. സൂറത്തുൽ മാഇദയിലെ 94-ാമത്തെ ആയത്ത്, സൂറത്തുൽ അംബിയായിലെ 49-ാമത്തെ ആയത്ത്, സൂറത്തു ഫാത്തിറിലെ 18-ാമത്തെ ആയത്ത്, സൂറത്തു യാസീനിലെ 11-ാമത്തെ ആയത്ത്, സൂറത്തു ഖാഫിലെ 33-ാമത്തെ ആയത്ത്, സൂറത്തുൽ മുൽക്കിലെ 12-ാമത്തെ ആയത്ത്. ഇത്രയും ആയത്തുകളിൽ ബിൽ ഗൈബ് എന്ന് പറഞ്ഞത് 6 സ്ഥലത്ത് അള്ളാഹുവിനെ ഭയപ്പെടുന്നതുമായി ബന്ധപ്പെട്ടാ വന്നത്. ചിന്തിക്കാൻ പാഠമുണ്ടതിൽ. രഹസ്യ ജീവിതത്തിൽ അള്ളാഹിനെ പേടിക്കണം, അവനെ നന്നാവൂ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, നമ്മുടെ സദസ്സ് അള്ളാഹു കബൂലാക്കി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ ഇതേ സമയത്ത് തന്നെ നാളെയും ആരംഭിക്കും. കുറെ ആളുകൾ പലയിടങ്ങളിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരുന്നു, പ്രവർത്തകർക്കും അതിന് സാധിക്കാത്തത് കൊണ്ടാണ് 7 to 9 പോരാ 10 വേണം എന്ന് നിർബന്ധിച്ച് കുറെ ആളുകൾ ഇന്ന് ഫോൺ മുഖേന സംസാരിച്ചിരുന്നു, പ്രവർത്തകരോടും സംസാരിച്ചിരുന്നു. ഒരിക്കലും സാധിക്കാത്തത് കൊണ്ടാണ്. എല്ലാവർക്കും വാഹന സൗകര്യം മറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇതുപോലെ തന്നെ 9:10 ഇൻഷാ അല്ലാഹ് പ്രഭാഷണം അവസാനിപ്പിക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്ന് പ്രത്യേകം എല്ലാവരെയും അറിയിച്ചു കൊള്ളുകയാണ്.